കണ്ണീർ വഴികളിൽ നിന്നും കരുണയുടെ കൈത്താങ്ങിലേക്ക് കൊച്ചിയിലെ 3 കുട്ടികൾ മാതാപിതാക്കളുടെ തണൽ നഷ്ടപ്പെട്ട് കത്രികടവിൽ റോഡരികിൽ പച്ചക്കറി വിൽക്കുന്ന മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും സംരക്ഷണയിൽ വളരുന്ന 3 കുട്ടികളുടെ പഠനവും ജീവിതവും ഇനി കരൂർ ശ്രീരാമകൃഷ്ണ സേവാശ്രമം ഏറ്റെടുക്കും. വിവരമറിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുട്ടികൾക്ക് പിന്തുണയുമായി നേരിട്ടെത്തി. ഈ കുട്ടികളെ വളർത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഇവർ 3 പേര് എൻ്റെ പേരക്കുട്ടികളാണ്. ഇവരിവിടെ ഇന്നാണ് പഠിക്കണതും സ്കൂളിൽ പറഞ്ഞതും. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, പണയത്തിനൊരു വീടെടുത്ത് തന്നതാണ്. ആ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. എനിക്കായിട്ടൊരു സമ്പാദ്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സമ്പാദ്യങ്ങൾ വേണമെന്നില്ല, ഇവരെ പഠിപ്പിക്കണം, അതാണ് എനിക്കൊരു ആഗ്രഹം. മാതാപിതാക്കൾ എവിടെയെന്നറിയാതെ മുത്തശ്ശി രാജേശ്വരിയുടെയും മുത്തശ്ശൻ രാജുവിൻ്റെയും തണലിലാണ് ഈ 3 പിഞ്ചോമനകൾ. എറണാകുളം കാരിക്കാമുറി സെൻറ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികളായ ഇവർ പ്രതിഭയുള്ളവരാണ്. കഷ്ടപ്പാടുകൾക്കിടയിലും പഠനത്തിലും ചിത്രരചനയിലും മികവ് പുലർത്തുന്ന കുട്ടികളുടെ അവസ്ഥയറിഞ്ഞാണ് കരൂർ ശ്രീരാമകൃഷ്ണ സേവാശ്രമം സഹായഹസ്തവുമായി എത്തിയത്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മുഴുവൻ ഉത്തരവാദിത്വവും ഇനി സേവാശ്രമം ഏറ്റെടുക്കും. കുട്ടികളുടെ അവസ്ഥയറിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അവരെ തേടിയെത്തി. അല്പനേരം കുരുന്നുകൾക്കൊപ്പം ചിലവഴിച്ചു. മാനസികമായ പിന്തുണയും ഉറപ്പു നൽകിയാണ് മന്ത്രി അവിടെ നിന്ന് മടങ്ങിയത്. തീർച്ചയായിട്ടും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കരൂർ ശ്രീരാമകൃഷ്ണ സേവാശ്രമം ട്രസ്റ്റ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചു. അത് ആളുകളുടെ സഹകരണത്തോടെ ചെയ്യാൻ തീരുമാനിച്ചു. അതിപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്രമന്ത്രി വന്നുകയും അദ്ദേഹം അതിന് ശക്തമായ ഒരു പിന്തുണയും ഞങ്ങൾക്ക് മാനസികമായ ഒരു പിന്തുണയും നൽകി. അതിരുകൾ ഭേദിച്ചെത്തിയ കാരുണ്യത്തിനും ഈ കൊച്ചുവീട് സാക്ഷിയായി. ഭൂട്ടാനിൽ നിന്നെത്തിയ റോയൽ സൊസൈറ്റി സംഘവും കുട്ടികളുടെ അവസ്ഥ കണ്ട് ചെറിയ ധനസഹായം കൈമാറി. വഴിയോരത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഈ കുട്ടികൾ ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുകയാണ്. നല്ലവരായ ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനയും പിന്തുണയുമായി. ജോയി സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.